എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ആ പച്ചത്തലയൻ അവനാണെങ്കിൽ ഇപ്പൊ ലൂഫിയുടെ പേര് വിളിക്കുകയാണ്. അത് കേട്ട് നമ്മുടെ ലൂഫി ആണെങ്കിൽ ഒരു സെക്കൻഡ് വണ്ടർ അടിക്കും. നീ എന്താ വിളിച്ചേ? ലൂഫി എന്നോ? ഞാൻ ലൂഫി ഒന്നും അല്ല, എന്റെ പേര് ലൂസി എന്നാണ്. എനിക്കിപ്പോ നിന്നോട് സംസാരിച്ച് സമയം കളയാൻ പറ്റില്ല. എനിക്ക് എത്രയും വേഗം ആ മത്സരം നടക്കുന്ന സ്ഥലത്തേക്ക് പോയി റബേക്കയ്ക്ക് സപ്പോർട്ട് കൊടുക്കണം. അതിനവൻ പറയും, പ്ലീസ് ഒരു മിനിറ്റ്, ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് കേൾക്കാനുള്ള മനസ്സ് അങ്ങേക്ക് ഉണ്ടാവണം. അങ്ങ് ആരാണെന്ന് എനിക്കറിയാം. അങ്ങയുടെ ഫ്രണ്ട് സോറോ, അദ്ദേഹം ഈ മാൻഷന് പുറത്തുണ്ട്. നിങ്ങളെ കൂട്ടിക്കൊണ്ട് വരാനാണ് ഞാൻ ഇവിടേക്ക് വന്നത്. ലൂഫി ആണെങ്കിൽ അത് കേട്ട് ഷോക്കാവും. ഉടനെ പച്ചത്തലയൻ ഇപ്പൊ ലൂഫിയെ കൂട്ടി സോറോയുടെ അടുത്തേക്ക് ഉഷാറായിട്ട് ഓടും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പോ റബേക്കയെ കാണിക്കും. അവളാണെങ്കിൽ അവളുടെ സർവ്വ പവറും എടുത്ത് അറ്റാക്ക് ചെയ്യാണ്. അവൾക്ക് എല്ലാ സപ്പോർട്ടും കൊടുത്ത് ആ സ്മൈലിംഗ് ലേഡി അവളും റബേക്കയുടെ കൂടെ തന്നെ നിന്ന് ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഒരുപാട് നേരം നിർത്താതെ ഫൈറ്റ് ചെയ്തുകൊണ്ട് തന്നെ റബേക്കയ്ക്ക് ഇപ്പോ മര്യാദയ്ക്ക് ഫൈറ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അവൾ എല്ലാവരെയും ആ വെള്ളത്തിലേക്ക് തള്ളിവിട്ടാണ് കഷ്ടപ്പെട്ട് ഇത്രയും നേരവും പിടിച്ചു നിന്നത്. ഇനി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് അവൾ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കും. അവിടുന്ന് സീൻ കട്ട് ചെയ്ത് നമ്മുടെ ടോയ് സോൾജിയറിനെ കാണിക്കും. ആക്ച്വലി ഈ ടോയ് സോൾജിയർ ആണ് റബേക്കയുടെ പപ്പ. ഉസോപ്പ് ആണെങ്കിൽ അത് കേട്ട് വണ്ടർ അടിക്കും. നീയാണ് റബേക്കയുടെ ഫാദറെങ്കിൽ ആ റിങ്കു, അദ്ദേഹം നിന്റെ ഫാദർ അല്ലേ? അദ്ദേഹമല്ലേ ഈ രാജ്യത്തിന്റെ യഥാർത്ഥ രാജാവ്? അതിനവനാണെങ്കിൽ വീണ്ടും പറയും, ആക്ച്വലി അന്ന് രാത്രിയാണ് എല്ലാം തലകീഴായി മറിഞ്ഞത്. വർഷങ്ങൾക്ക് മുൻപ് മോണറ്റ് എന്നു പേരുള്ള ഒരു പെൺകുട്ടി അവൾ ഇവിടേക്ക് വന്ന് ഞങ്ങളുടെ രാജ്യത്തിൽ വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങി. ഉസോപ്പും റോബിനും ആണെങ്കിൽ ഇപ്പൊ മോണറ്റിന്റെ പേര് കേട്ട് ഞെട്ടുകയാണ്. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഫ്ലാഷ് ബാക്ക് കാണിക്കും. നീണ്ട 10 വർഷങ്ങൾക്ക് മുൻപ് ടെസ്റോസ ഐലാൻഡ് കാണിക്കുകയാണ്. അവിടെ ഒരുപാട് പേര് ചേർന്ന് തകർന്ന വീടുകളെല്ലാം റിപ്പയർ ചെയ്യും. ആക്ച്വലി പൈററ്റ്സുമായിട്ട് കിങ് റിക്കുവിന്റെ ആളുകളും കിങ് റിക്കുവും ഏറ്റുമുട്ടി. അങ്ങനെയാണ് ഈ വീടുകളിലെല്ലാം തന്നെ ഇപ്പോ ചെറിയ വലിയ രീതിയിലുള്ള തകർച്ചകൾ ഉണ്ടായത്. ജനങ്ങൾക്കാണെങ്കിൽ അതിലൊന്നും യാതൊരു കുഴപ്പമില്ല. കാരണം തങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാനാണ് കിങ് ആ പൈററ്റ്സുമായിട്ട് ഫൈറ്റ് ചെയ്തതെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ കിങ്ങിന്റെ കുറച്ച് സോൾജിയേഴ്സ് അവിടേക്ക് വരും. അവരാണെങ്കിൽ ഇപ്പൊ ജനങ്ങളോട് മാപ്പ് പറയാണ്. കിങ് റിക്കു അദ്ദേഹം നിങ്ങളോട് എല്ലാവരോടും മാപ്പ് പറയാണ്. നിങ്ങളുടെ വീടിനെയും സ്വത്തിനെയും അദ്ദേഹത്തിന് പ്രൊട്ടക്ട് ചെയ്യാനായില്ല. അദ്ദേഹം കാരണം നിങ്ങളുടെ ഒരുപാട് പണവും സ്വത്തുക്കളും ഒക്കെ തന്നെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു. അതിന് അദ്ദേഹം നിങ്ങളോട് ക്ഷമ പറയുകയാണ്. അതിനുശേഷം നഷ്ടപ്പെട്ടു പോയ സാധനങ്ങൾക്ക് പകരമായിട്ട് കിങ് അദ്ദേഹത്തിന്റെ സമ്പാദ്യത്തിൽ നിന്ന് ഒരുപാട് സാധനങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കുകയാണ്. മറ്റുള്ള ജനങ്ങൾ അത് പരസ്പരം പങ്കുവെച്ച് കൊടുത്തും പരസ്പരം സ്നേഹിച്ചും ഇപ്പോ വളരെ ഹാപ്പി ആയിട്ട് മുൻപോട്ട് പോകും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നീണ്ട 2 ആഴ്ച ഞങ്ങളുടെ ഐലാൻഡിൽ മഴ പെയ്തില്ല. കൃഷിയിടങ്ങളും എല്ലാം തന്നെ കരിഞ്ഞുണങ്ങി വരണ്ടുപോയി. പക്ഷെ ജനങ്ങൾ ആരും അതിൽ പരിഭ്രാന്തരാവാതെ ക്ഷമയോടുകൂടെ കാത്തിരുന്നു. അങ്ങനെ ഒരു ദിവസമാണ് ആരും പ്രതീക്ഷിക്കാതെ ആ ഡോഫ്ലമിംഗോ അവൻ ഞങ്ങളുടെ ഐലാൻഡിലേക്ക് വന്നത്. അവൻ സ്ട്രെയിറ്റ് ആയിട്ട് കിങ്ങിന്റെ റൂമിലേക്ക് പോയി. റിങ്കു കിങ്ങിനാണെങ്കിൽ ഡോഫ്ലമിംഗോയെ കാണുമ്പോൾ തന്നെ അവരാരാണെന്നും എന്താണെന്നും മനസ്സിലാവും. ഡോഫ്ലമിംഗോ പറയും, ഇതെന്റെ പൂർവികരുടെ രാജ്യമാണ്. നീ ഇടയിൽ ഇവിടേക്ക് വന്ന് കയറിയവനല്ലേ? ഇനി നീ ഇവിടെ ജീവിക്കാനായിട്ടോ ഭരിക്കാനായിട്ടോ പാടില്ല. ഇതിനി മുതൽ എന്റെ രാജ്യമാണ്. ഒന്നുകിൽ ഈ രാജ്യം അത് നീ എനിക്ക് വിട്ടു തരണം, അല്ലെങ്കിൽ 10 മില്യൺ ബെറീസ് അത് നീ എനിക്ക് തരണം. അത് തന്നിട്ടില്ല എങ്കിൽ നിങ്ങളിനി സമാധാനത്തോടു കൂടെ ഈ രാജ്യത്തിൽ കഴിയില്ല. ജനങ്ങളുടെ കയ്യിൽ നിന്ന് നിനക്ക് ആവശ്യമുള്ള അത്രയും പണം കിട്ടും. 10 മില്യൺ ബെറി ഒന്നും ഒരു വലിയ എമൗണ്ടേ അല്ല. നീ വിചാരിച്ച അത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ കഴിയും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത നെക്സ്റ്റ് ഡേ കിങ് ആളാണെങ്കിൽ ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആയി ഇപ്പൊ ആളുടെ പട്ടാളക്കാരെ മുഴുവൻ അവിടേക്ക് വിളിച്ചു വരുത്തും. ഡോഫ്ലമിംഗോയ്ക്ക് 10 മില്യൺ ബെറീസ് കൊടുക്കണോ അതോ അവനെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കണോ? അതാണ് ഇപ്പൊ കിങ്ങിന്റെ ഏറ്റവും വലിയ കൺഫ്യൂഷൻ. സോൾജിയേഴ്സ് ആണെങ്കിൽ നിലവിളിച്ച് പറയും, നമുക്ക് അവനുമായിട്ട് ഫൈറ്റ് ചെയ്ത് അവനെ തോൽപ്പിക്കാം. അതിന് കിങ് തീർത്തു പറയും, എന്നെ കൊണ്ട് പറ്റില്ല. അങ്ങനെ ഒരു വാർ നടന്ന ഒരുപാട് നിരപരാധികൾ അതിൽ കൊല്ലപ്പെടും. അതെനിക്ക് നോക്കി നിൽക്കാനായിട്ടാവില്ല. നിങ്ങൾ എങ്ങനെയെങ്കിലും എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അവൻ പറഞ്ഞ പണം അതുണ്ടാക്കി കൊണ്ടുവരണം. ഇങ്ങനെയാണെങ്കിൽ നന്നായിട്ട് അറിയാം ഇങ്ങനെയൊരു സംഭവം അതുണ്ടായിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ അവർ കിങ്ങിന് നേരെ തിരിയുമെന്ന്. അവർക്ക് അത്രയും കാലവും കിങ്ങിനോടുണ്ടായിരുന്ന സ്നേഹവും ബഹുമാനവും ഒക്കെ കുറയുമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. ആ സോൾജിയേഴ്സ് പണം ചോദിച്ച് ജനങ്ങളുടെ മുൻപിൽ എത്തുമ്പോൾ അവർക്ക് നേരെ തിരികെയാണ്. ജനങ്ങളാണെങ്കിൽ കിങ് ഒരിക്കലും അവരോട് ഇങ്ങനെ ചെയ്യുമെന്ന് എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ഒരു നിമിഷം വീഡിയോ ട്രാൻസ്പോർട്ടേഴ്സ് നെയിലില് സാക്ഷാൽ കിങ് ആളാണെങ്കിൽ ഇപ്പൊ ജനങ്ങളോട് ചില കാര്യങ്ങൾ പറയാൻ തുടങ്ങും. കിങ്ങിനെ കാണുമ്പോൾ അവർക്ക് കുറച്ച് ഹാപ്പി ആവും. കാരണം ഇത്രയും കാലത്തെ അവരുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചത് അത് ഈ കിങ് തന്നെയാണ്. കിങ് പറയും, ഐ എം റിയലി സോറി. നമ്മുടെ രാജ്യം ഇപ്പോ വളരെ ബുദ്ധിമുട്ടേറിയ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു കാര്യം എനിക്ക് ചെയ്യേണ്ടി വന്നത്. നിങ്ങളാരും ഈ പണം
എനിക്ക് വെറുതെ തരേണ്ട ആവശ്യമില്ല. കടമായിട്ട് മാത്രം തന്നാൽ മതി. നിങ്ങളിൽ നിന്ന് വാങ്ങുന്ന പണം അത് ഉറപ്പായാലും ഞാൻ തിരികെ തരുമെന്ന് ഒരു വാക്ക് കൊടുക്കും. അദ്ദേഹമാണെങ്കിൽ തലകുനിച്ച് അവരുടെ മുൻപിൽ കെഞ്ചാണ്. ദയവ് ചെയ്ത് എന്റെ ഈ അപേക്ഷ സ്വീകരിക്കണം. ജനങ്ങളാണെങ്കിൽ അതുകൊണ്ട് ഷോക്കാവും. ഇത്രയും വലിയ ഒരു രാജ്യത്തിന്റെ അധിപൻ, നമ്മളുടെ കിങ്, അദ്ദേഹം ഇങ്ങനെ താണു വഴങ്ങുന്നത് അവരാരും തന്നെ കണ്ടിട്ടില്ല. ജനങ്ങൾക്കും അവിടെ ഉണ്ടായിരുന്ന സോൾജേഴ്സിനെല്ലാം തന്നെ അത് കണ്ട് വളരെയധികം ബുദ്ധിമുട്ട് തോന്നും. ഇവിടെ സോൾജേഴ്സ് ആണെങ്കിൽ അദ്ദേഹത്തെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കും. പക്ഷെ അദ്ദേഹമാണെങ്കിൽ യാതൊരു കൂസലും ഇല്ലാതെ ജനങ്ങളുടെ മുൻപിൽ അങ്ങനെ തല കുമ്പിട്ട് നിൽക്കുകയാണ്. ഇങ്ങാണെങ്കിൽ വീണ്ടും ശബ്ദത്തിൽ വിളിച്ചു പറയും, നിങ്ങൾക്ക് എന്നെ വിശ്വാസമില്ലെങ്കിൽ ഇവിടെ വെച്ച് എന്റെ കൈയും കാലും തലയും ഒക്കെ തന്നെ വെട്ടിയെറിയാൻ ഞാൻ സന്നദ്ധനാണ്. അത് കേൾക്കുമ്പോൾ സോൾജിയേഴ്സിന് വല്ലാതെ ദേഷ്യം തോന്നും. എന്ത് വില കൊടുത്തും ആ ക്യാഷ് അത് സംഘടിപ്പിച്ചേ പറ്റൂ. സോൾജിയേഴ്സ് ആണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, നിങ്ങളിത് കാണുന്നില്ലേ നമ്മുടെ കിങ്, അദ്ദേഹത്തിന്റെ അവസ്ഥ. നമ്മുടെ കിങ് ഒരിക്കലും നമ്മളെ ചീറ്റ് ചെയ്യില്ല. സോ എത്രയും വേഗം നിങ്ങളുടെ കയ്യിലുള്ള പണം അത് മുഴുവനും ഈ ചാക്കുകളിലേക്ക് കൊണ്ടുവന്ന് നിങ്ങൾ തന്നെ ഇത് ഫില്ല് ചെയ്യണം. അത് കേൾക്കേണ്ട താമസം ജനങ്ങളെല്ലാവരും പണം എടുക്കാനായി അവരവരുടെ വീടുകളിലേക്ക് ഓടുകയാണ്. ജനങ്ങളാണെങ്കിൽ സെക്കൻഡുകൾ കൊണ്ട് അവരുടെ കയ്യിലുണ്ടായിരുന്ന പണം എല്ലാം സോൾജിയേഴ്സിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. കുഞ്ഞു കുട്ടികൾ പോലും അവരുടെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് പൈസ അതുപോലും എണ്ണിപ്പെറുക്കി ഇപ്പൊ സോൾജിയേഴ്സിന്റെ കയ്യിൽ ഏൽപ്പിക്കും. അങ്ങനെ പണമൊക്കെ കളക്ട് ചെയ്ത് മെയിൻ സോൾജിയർ ആ വലിയ ചാക്കുമായിട്ട് ഇപ്പൊ ആക്ഷൻ ലക്ഷ്യമാക്കി ഓടും. അപ്പോഴായിരിക്കും ആ ജനങ്ങളുടെ മേലെ ഇപ്പൊ മറ്റാരൊക്കെയോ വലിയൊരു അറ്റാക്ക് അത് അഴിച്ചുവിടുക. അവരെല്ലാവരും വലിയൊരു പട അവിടേക്ക് വന്ന് അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളെ തല്ലി തല്ലി കൊല്ലുകയാണ്. മറ്റൊരു ഭാഗത്ത് ജനങ്ങളാണെങ്കിൽ എപ്പോഴും സംഭവിക്കുന്ന ഒന്നും മനസ്സിലാക്കാതെ ആ ഒരു ട്രാൻസ്പോർട്ടേഴ്സ് നെയിലേക്ക് തന്നെ നോക്കും. ഉടനെ സോൾജിയേഴ്സും ബാക്കിയുണ്ടായിരുന്ന ജനങ്ങളും കാണും കിങ് ആളുടെ കുതിരപ്പുറത്ത് ഒരു സൈഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഒരുപാട് ദുഃഖത്തില് ആൾ പൊട്ടിക്കരയുന്നുണ്ട്. നിങ്ങളാണെങ്കിൽ കിങ്ങിനോട് വിളിച്ചു പറയും, കിങ് നിങ്ങൾ കരയേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് ആവശ്യമായതെല്ലാം തരാൻ ഞങ്ങൾ തയ്യാറാണ്. കിങ് ആണെങ്കിൽ ഒച്ചത്തിൽ പറയും, ദയവ് ചെയ്ത് എന്റെ അടുത്ത് നിന്ന് എല്ലാവരും മാറി നിൽക്ക്, ജനങ്ങൾക്ക് കാര്യം മനസ്സിലാവില്ല. അടുത്ത നിമിഷം ആ കിങ് ആളുടെ സ്ക്വാഡ് ഉപയോഗിച്ച് ചുറ്റുമുണ്ടായിരുന്ന ജനങ്ങളെ എല്ലാം അറഞ്ചം പുറഞ്ചം വെട്ടുകയാണ്. സോൾജിയേഴ്സ് അവിടുത്തെ ജനങ്ങള് അവരെല്ലാവരും ഷോക്കാവും. കിങ്ങിന് എന്തു പറ്റി, എന്തിനാ കിങ് നമ്മളെ അറ്റാക്ക് ചെയ്യണേ ചിന്തിച്ച് അവർ വണ്ടറടിക്കുകയാണ്. കിങ് ആണെങ്കിൽ നിർത്താതെ അറ്റാക്ക് ചെയ്ത് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും, ദയവ് ചെയ്ത് എന്റെ അടുത്ത് നിന്ന് ദൂരേക്ക് മാറി നിൽക്ക്, അല്ലെങ്കിൽ വലിയ അപകടമാണെന്ന് പറഞ്ഞ് അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അവിടെയുള്ള വീടുകള്, ബിൽഡിങ്ങുകള് അങ്ങനെ എല്ലാം തകർന്നുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങളാണെങ്കിൽ പേടിച്ച് ഓരോ ഭാഗത്തേക്ക് ചെതറിയ. സോൾജിയേഴ്സിന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അവരിപ്പോ കിങ്ങിന്റെ ഈ മാറ്റം കണ്ട് പകച്ചു നിൽക്കുകയാണ്. റിക്കു കിങ് അദ്ദേഹം ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല. രണ്ട് സോൾജിയേഴ്സ് ആണെങ്കിൽ കിങ്ങിന്റെ അടുത്തേക്ക് ഓടി വരും. കിങ് ദയവ് ചെയ്ത് നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത്, ജനങ്ങളെല്ലാവരും ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്, അവർക്ക് അവരുടെ ജീവനും സ്വത്തും ഒക്കെ നഷ്ടപ്പെടുകയാണ്. അതിന് കിങ് ആള് നിർത്താതെ കരഞ്ഞുകൊണ്ട് പറയും, എന്റെ അടുത്ത് നിന്ന് മാറി നിൽക്ക്, എന്റെ അടുത്തേക്ക് വരരുത്. ആണെങ്കിൽ കിങ്ങിനെ തടയാൻ ശ്രമിക്കും. പക്ഷെ കിങ് അവർ രണ്ടുപേരെയും അരിഞ്ഞു വീഴ്ത്താണ്. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത് ആ ഡോഫ്ലമിംഗോയെ കാണിക്കും. അവൻ സ്ട്രിങ് ഉപയോഗിച്ച് കിങ്ങിനെ കൺട്രോൾ ചെയ്യാണ്. ഡോഫ്ലമിംഗോ കാലുമേ കാലൊക്കെ കയറ്റി വെച്ച് കിങ്ങിന്റെ അവസ്ഥ അത് കണ്ട് ആസ്വദിക്കും. അതിനുശേഷം ഡോഫ്ലമിംഗോ ആണെങ്കിൽ അവിടെയുള്ള സോൾജിയേഴ്സിനെ കൺട്രോൾ ചെയ്ത് ജനങ്ങളെ എല്ലാവരെയും വെട്ടി വീഴ്ത്തുകയാണ്. ജനങ്ങളെല്ലാവരും പേടിച്ചോടുകയാണ്. ഒരു ഗ്രാൻഡ് പേ ആണെങ്കിൽ ആളുടെ കൊച്ചുമകനെ കയ്യിലേന്തി ഓടും. ഇവിടെ ഡോഫ്ലമിംഗോയുടെ ആൾക്കാർക്കാണെങ്കിൽ ആ യുദ്ധമൊക്കെ കാണുമ്പോൾ അവർക്കും ഫൈറ്റ് ചെയ്യാൻ ആഗ്രഹം തോന്നും. അത് അവർ ഡോഫ്ലമിംഗോയോട് പറയും. അതിന് ഡോഫ്ലമിംഗോ, നിങ്ങൾ ഒരു അല്പം നേരം കൂടെ ഈ ഒരു ഷോ കാണണം, ജനങ്ങളെല്ലാവരും അവന് നേരെ തിരിയണം, അതിനുശേഷം നിങ്ങളും കളത്തിലിറങ്ങിക്കോ. നമ്മൾ ഈ ജനങ്ങളെ രക്ഷിക്കാൻ വരുന്ന രക്ഷകരായിട്ട് വേണം ഇവരുടെ മുൻപിലേക്ക് ഇറങ്ങാൻ, എങ്കിൽ മാത്രമേ ഇവർ നമ്മൾ അംഗീകരിക്കൂ, നമുക്ക് ഈ രാജ്യത്തെ ഏറ്റെടുക്കാൻ പറ്റൂ എന്നവൻ പറയുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.